എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇന്ന് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ്റെ ബാക്കി പോർഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പഠിക്കുന്നത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷനാണ്. ഇപ്പോൾ സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട മെത്തേഡ്സും ടെക്നിക്സും എന്തൊക്കെയാണെന്നുള്ളത് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. എസ്സേ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാവുന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്കത് എന്താണെന്നുള്ളത് ഇന്ന് ആദ്യം പഠിക്കാം. ഇതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്സ് എന്നും, ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്സ് എന്നും, സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടെക്നിക്സ് എന്നും. അതായത് കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളെ കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്സ് എന്നും, ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽമെനെ, ഇൻ്റർമീഡിയറ്റ്സിനെ, അതായത് റീറ്റെയിലേഴ്സിനും ഹോൾസെയിലേഴ്സിനൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ് ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്സ്. മൂന്നാമത് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടെക്നിക്കാണ്. അതായത് സെയിൽസ് പേഴ്സണലിനെ, നമ്മൾ സെയിൽസ് ഏജൻറ്റുമാർ, സെല്ലിംഗ് സ്റ്റാഫിന് വേണ്ടിയുള്ള പ്രൊമോഷൻ ടെക്നിക്കുകളാണ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടെക്നിക്ക്. നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ നോക്കാം. കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്സ്. ദിസ് ഈസ് വൈഡ്ലി ഫോളോവ്ഡ് കൺസ്യൂമർ ഓറിയൻറ്റഡ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ആണ്. അതിലേതൊക്കെയാണ് പ്രധാനമായിട്ടും കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ള പ്രൊമോഷൻ ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത് കൂപ്പണിംഗ് ആണ്. കൂപ്പണിംഗ്, അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളിൽ കൺസ്യൂമറെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കുകൾ ഒന്നാമത്തത് കൂപ്പണിംഗ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്കീം ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡിസ്കൗണ്ട് കൂപ്പൺസ് ടു ദി കസ്റ്റമർ. അപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് കൂപ്പണുകൾ നൽകുന്ന രീതിയാണത്. അത് കൂപ്പൺസ് എന്ന് പറഞ്ഞാൽ പേപ്പർ ഓഫർ ദാറ്റ് ആർ അവൈലബിൾ ഇൻ മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. ഒരുപക്ഷെ അത് ന്യൂസ് പേപ്പറുകളും മാഗസിനുകളിലൊക്കെ ഇതിൻ്റെ പരസ്യങ്ങൾ വരുമ്പോൾ അതിൽ ലഭ്യമായിരിക്കുന്ന കൂപ്പൺ കട്ട് ചെയ്ത് നമ്മൾ റീറ്റെയിലറുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള കൂപ്പണുകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കൂപ്പണുകളായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കൂപ്പണുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ആ ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ പോയിൻ്റ് ഓഫ് പർച്ചേസ്, നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു റിഡക്ഷൻ ഇൻ പ്രൈസ് ഫോർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇപ്പോൾ സർവീസിലും പ്രൊഡക്റ്റിൽ എന്താണ് നമ്മൾ വാങ്ങുന്നത് അതിലൊരു പ്രൈസ് കട്ട്, റിഡക്ഷൻ, ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്ന രീതിയാണ് കൂപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് കിട്ടുന്നുള്ളത് കൊണ്ട് ആളുകളെ കൂപ്പൺ കളക്ട് ചെയ്ത് ഉൽപ്പന്നം വാങ്ങുകയും അപ്പോൾ അങ്ങനെ ഉൽപ്പന്നത്തിൻ്റെ സെയിൽസ് കൂടുകയും ചെയ്യുന്നു അല്ലേ. then രണ്ടാമത്തെ സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഓഫറിംഗ് ഫ്രീ പ്രൊഡക്റ്റ് സാമ്പിൾസ് ടു കൺസ്യൂമേഴ്സ് ഫോർ ട്രയൽ ആൻഡ് യൂസ്. അതായത് നമുക്ക് ട്രയലായിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റുകൾ നൽകുകയാണ് അല്ലേ. അപ്പോൾ ചെറിയൊരു പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾ നമുക്ക് ആദ്യം ഉപയോഗിക്കാൻ തരുന്നു. അത് ഉപയോഗിച്ചതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന രീതി അല്ലേ. അപ്പോൾ തൻ്റെ ഉൽപ്പന്നത്തെക്കുറിച്ച്, ക്വാളിറ്റിയെക്കുറിച്ച് നല്ല വിശ്വാസമുള്ള മാനുഫാക്ചറേഴ്സ് നൽകുന്ന രീതിയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ ആളുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നുള്ള പ്രതീക്ഷ അല്ലേ. അപ്പോൾ സാമ്പിളിംഗ് പ്രൊവൈഡ്സ് ദ കൺസ്യൂമർ വിത്ത് ദ ഓപ്പർച്യൂണിറ്റി ടു യൂസ് ദ പ്രൊഡക്റ്റ്. നമ്മൾ ആക്ച്വലി പ്രൊഡക്റ്റ് വാങ്ങാതെ ആ ഉൽപ്പന്നം ഉപയോഗിച്ച് നോക്കാനുള്ള ഒരു അവസരമാണ് കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അതും ഒരു സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ്. മറ്റൊന്ന് റിബേറ്റ്സ് ആണ്. ദേ ആർ മണി ബാക്ക് ഓഫേഴ്സ്. റിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ബാക്ക് ഓഫേഴ്സ് ആണ്. അത് നമ്മൾ ഉൽപ്പന്നങ്ങൾ ആദ്യം വാങ്ങിക്കുന്നു അല്ലേ, അതിനുശേഷം പിന്നീട് മാനുഫാക്ചറേഴ്സിൽ നിന്ന് നമുക്ക് ഒരു നിശ്ചിത തുക നമുക്ക് റീഫണ്ട് എന്ന രീതിയിൽ ക്ലെയിം ചെയ്യാവുന്ന ആ ഒരു സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ദേ ആർ മണി ബാക്ക് ഓഫേഴ്സ് റിക്വയറിംഗ് എ ബയർ ടു മെയിൽ ഇൻ എ ഫോം റിക്വസ്റ്റിംഗ് ദ മണി ബാക്ക് ഫ്രം ദി മാനുഫാക്ചറർ. അപ്പോൾ മാനുഫാക്ചർ അടുത്ത് നിന്ന് നമുക്ക് മാനുഫാക്ചർ അടുത്തേക്ക് നമ്മൾ മെയിൽ അയച്ചു കഴിയുമ്പോൾ നമ്മൾ ഉൽപ്പന്നം വാങ്ങിച്ചു എന്നുള്ള തെളിവ്, റെസിപ്റ്റ് മറ്റും ഹാജരാക്കി കഴിയുമ്പോൾ അവർ ഒരു നിശ്ചിത തുക നമുക്ക് റീഫണ്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള റിബേറ്റ്സുകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ഓഫർ വരാം. കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഗിഫ്റ്റുകൾ നൽകുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഓഫറുകൾ നൽകുക. അപ്പോൾ അതൊക്കെ ഒരു സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കിൻ്റെ ഭാഗമാണ്. ദെൻ പ്രൈസ് കട്ട് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഓഫേഴ്സ്. നമുക്ക് നിശ്ചിത കാലത്തേക്ക് ഇപ്പോൾ 10% ഡിസ്കൗണ്ട്, ഉൽപ്പന്നത്തിൽ ഡിസ്കൗണ്ട് നൽകുക. അപ്പോൾ അതൊക്കെ പ്രൈസ് കട്ട്, പ്രൈസ് ഓഫ് ഓഫേഴ്സാണ്. ദെൻ ക്വാണ്ടിറ്റി ഓഫേഴ്സ് ഉണ്ടാകാം. അതായത് നമുക്ക് ഒരേ വിലയ്ക്ക് തന്നെ കൂടുതൽ ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി സാധിക്കും, കൂടുതൽ ക്വാണ്ടിറ്റി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും. അതാണ് ക്വാണ്ടിറ്റി ഓഫ് ഓഫേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് റിഫേഴ്സ് ടു ഓഫറിംഗ് മോർ ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് അറ്റ് റെഗുലർ പ്രൈസ്. നിലവിലുള്ള വിലയ്ക്ക് നമുക്ക് കൂടുതൽ 10% എക്സ്ട്രാ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ബിസ്ക്കറ്റുകളുടെയൊക്കെ കവറിൽ പരസ്യങ്ങൾ കാണാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ ക്വാണ്ടിറ്റി ഓഫേഴ്സ് വരാം. കൺസ്യൂമേഴ്സ് കണ്ടസ്റ്റാൻഡ് ലക്കി ഡ്രോസ്. കൺസ്യൂമേഴ്സിന് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ നറുക്കെടുപ്പ്, ലക്കി ഡ്രോസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക. അതും ഈ ഒരു കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ്. ദെൻ ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്ക് നോക്കാം നമുക്ക്. ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഡീലേഴ്സ് ആൻഡ് അതർ മിഡിൽമെൻ. അപ്പോൾ കമ്പനിയുടെ ഡീലേഴ്സ്, അതായത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി മൊത്തത്തിൽ വാങ്ങിയുള്ള ഡീലേഴ്സ്, ഹോൾസെയിലേഴ്സ്, അതുപോലെ തന്നെയാണ് മറ്റ് മിഡിൽമെൻ, റീറ്റെയിലേഴ്സ് ഉൾപ്പെടെ മറ്റ് മിഡിൽമെനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്കുകൾ വരിക. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ ഇതൊക്കെയാണ്. ബൈയിങ് അലവൻസ്. സ്പെഷ്യൽ അലവൻസ് ഓഫേർഡ് ടു ഡീലേഴ്സ് ടു മോട്ടിവേറ്റ് ദം ടു പർച്ചേസ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, അവരുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ, മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ അവർക്ക് ഓരോ പർച്ചേസിനും പർട്ടിക്കുലർ അലവൻസ്, പ്രത്യേകം തുക അനുവദിക്കുന്ന രീതിയാണ് ബൈയിങ് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ ബൈബാക്ക് അലവൻസ് ഉണ്ടാകാം. ബൈബാക്ക് അലവൻസ് എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് ആൻ അഗ്രീഡ് സം ഓഫ് മണി ഓഫേർഡ് ബൈ ദ ഫേം ഇഫ് ദി ഡീലർ റിട്ടേൺസ് ദ പ്രൊഡക്റ്റ്. അതായത് നമ്മൾ കുറേ കാലത്തിന് ശേഷം വിൽക്കാതെ അവശേഷിക്കുന്ന ഗുഡ്സ് ഡീലർമാർ തിരികെ ഏൽപ്പിക്കുമ്പോൾ, എന്നിട്ട് പുതിയ ഉൽപ്പന്നം വാങ്ങുമ്പോൾ ആ പുതിയ ഉൽപ്പന്നത്തിന്മേൽ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന രീതിയാണ് ബൈബാക്ക് അലവൻസ് എന്ന് പറയുന്നത്, അല്ലേ. ദിസ് ഈസ് ടു എൻകറേജ് റീസ്റ്റോക്കിംഗ്, അതായത് ഫ്രഷ് പർച്ചേസ്. പുതിയ മോഡലൊക്കെ വരുമ്പോൾ, ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ആണെങ്കിൽ പഴയ മോഡലുകൾ മാറിയിട്ട് പുതിയ മോഡൽ വരുമ്പോൾ വിൽക്കാതെ അവശേഷിക്കുന്ന പഴയ മോഡലിന് പകരം പുതിയ മോഡൽ കമ്പനി ഇവർക്ക് നൽകുന്നു. അപ്പോൾ ആ പുതിയ മോഡലിന്മേൽ തന്നെ ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അല്ലേ. അപ്പോൾ അതിനെയാണ് ബൈബാക്ക് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ മെർക്കൻഡൈസ് അലവൻസ് ഉണ്ട്. മെർക്കൻഡൈസ് അലവൻസ് എന്ന് വെച്ചാൽ ദീസ് ആർ ഓഫേർഡ് ടു മീറ്റ് ദ പ്രൊമോഷണൽ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ എ ഡീലർ ഇൻ കണക്ഷൻ വിത്ത് ദ സെയിൽ ഓഫ് എ ബ്രാൻഡ്. അപ്പോൾ ഒരു ബ്രാൻഡ്, പർട്ടിക്കുലർ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡീലേഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അവർ ലോക്കലായിട്ടുള്ള പർച്ചേസുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചിലവുകൾ അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് നൽകുന്ന അലവൻസാണ് മെർക്കൻഡൈസ് അലവൻസ് എന്ന് പറയുന്നത്. അതായത് ഡീലേഴ്സ് അഡ്വർടൈസിങ് അലവൻസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലവൻസ്, അവരേതെങ്കിലും പരസ്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള അലവൻസ്, അപ്പോൾ അതൊക്കെയാണ് മെർക്കൻഡൈസ് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ ബൾക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മറ്റൊരു പ്രൊമോഷൻ ടെക്നിക്കാണ്. ഇറ്റ് റെഫേഴ്സ് ടു റിഡക്ഷൻ ഇൻ പ്രൈസ് ഓഫേർഡ് ടു എ ഡീലർ ഫോർ പർച്ചേസിംഗ് ദ പ്രൊഡക്റ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ബൾക്കായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് അനുവദിക്കുന്ന രീതിയാണ്. അതായത് ഡീലേഴ്സ് മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബൾക്കായിട്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസ് വാങ്ങുവാണെങ്കിൽ അവർക്ക് കൂടുതൽ ഡിസ്കൗണ്ട് നൽകുന്നതാണ് ബൾക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഗിഫ്റ്റ്, അവാർഡ്സ് ആൻഡ് ക്യാഷ് പ്രൈസസ്. ഈ ഡീലേഴ്സിന് വേണ്ടി, ഇടനിലക്കാർക്ക് വേണ്ടി ഗിഫ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് നൽകുക, അല്ലെങ്കിൽ അവാർഡുകൾ, ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ, ഏറ്റവും നല്ല ഡീലർക്കുള്ള അവാർഡ് എന്നൊക്കെ പറഞ്ഞ് ചില ഷോപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ചില പർട്ടിക്കുലർ ഉൽപ്പന്നങ്ങളുടെ അവർ മാനുഫാക്ചറേഴ്സ് നൽകിയിരിക്കുന്ന അവാർഡ്. അപ്പോൾ അതിൽ അവാർഡുകൾ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസുകൾ നൽകുക, അതും ഇതിന് ചേർന്ന് നിൽക്കുന്ന ഇതുപോലുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ്. ഇനി നമുക്ക് മൂന്നാമത്തത് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടെക്നിക്കാണ്. ഇത് നമ്മൾ പറഞ്ഞു സെയിൽസ് പേഴ്സണലിനുള്ളതാണ്, അല്ലേ. സെയിൽസ് പേഴ്സണൽ എന്ന് വെച്ചാൽ സെയിൽസ് സ്റ്റാഫാണ്. ആക്ച്വലി ഡയറക്റ്റായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ കൺസ്യൂമേഴ്സിന് വിൽക്കുന്നവർ ഇവരാണല്ലേ, സെയിൽസ് പേഴ്സണലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നൽകുന്ന പ്രൊമോഷൻ ടെക്നിക്കുകൾ അല്ലെങ്കിൽ പ്രൊമോഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ബോണസ് ടു സെയിൽസ് ഫോഴ്സ്. സെയിൽസ് ഫോഴ്സിന് ബോണസ് നൽകാറുണ്ട്. അത് ലാഭത്തിൻ്റെ ഒരു വീതമായിട്ട്, അവർ വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വീതമാണ് ബോണസ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ബോണസുകൾ നൽകുക, ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് ബോണസ് നൽകുക. ദെൻ ഗിഫ്റ്റുകൾ, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഗിഫ്റ്റുകൾ നൽകുക. അവരുടെ പ്രൊഡക്റ്റ് സെയിൽസ് കൂടുന്നതനുസരിച്ച് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകൾ നൽകുക. ദെൻ സെയിൽസ് ഫോഴ്സിന് മീറ്റ് സംഘടിപ്പിക്കുക. അവരൊരു സമ്മേളനം പോലെ, അവരൊരു ഗെറ്റ് ടുഗദർ പോലെ അവരെ ഒരുമിച്ച് കൂട്ടുക, അല്ലേ. സെയിൽസ് ഫോഴ്സ് മീറ്റ് വിൽ ബി ഓർഗനൈസ്ഡ് ബൈ ദ കമ്പനി. അത് കമ്പനി തന്നെ ഓർഗനൈസ് ചെയ്യും. ടു എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ ദ സെയിൽസ്മാൻ ടു പ്രൊമോട്ട് ദ സെയിൽസ് ഓഫ് ദി പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകാനൊക്കെ ആയിട്ട് കമ്പനി തന്നെയാണ് ഇത്തരത്തിലുള്ള സെയിൽസ് മീറ്റുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് മെത്തേഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. അതൊരു പിക്ചർ ബുദ്ധി കൊടുത്തിരിക്കുന്നത്. കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്ക്, ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്ക്, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക്, അല്ലേ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ്. ഇത് സ്ട്രാറ്റജീസ് ആണ്. ഇത് തമ്മിൽ മാറിപ്പോകാൻ നമ്മൾ പഠിച്ചു വെക്കണം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സ്ട്രാറ്റജിയാണുള്ളത് സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് പുഷ് സ്ട്രാറ്റജി, 2 പുൾ സ്ട്രാറ്റജി, 3 കോമ്പിനേഷൻ സ്ട്രാറ്റജി. ഇപ്പോൾ മിക്കവാറും എക്സാമിനൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് എന്താണ് പുഷ് സ്ട്രാറ്റജി, പുൾ സ്ട്രാറ്റജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ, കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആദ്യത്തെ നമുക്ക് നോക്കാം, പുഷ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. A push sales promotion strategy involves pushing distributors and retailers to sell the products of a firm to the consumer by offering various kinds of promotions and personal selling efforts. അതായത് നമ്മളിവിടെ പുഷ് സ്ട്രാറ്റജിയിൽ ഈ പ്രൊമോഷണൽ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് ആർക്കാണ്? അത് കൺസ്യൂമേഴ്സിന് നേരിട്ടല്ല, പകരം ഇവിടെ ഇടനിലക്കാർക്ക്, അതായത് റീറ്റെയിലേഴ്സിനും ഒപ്പം തന്നെ ഡീലേഴ്സിനൊക്കെ സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഓഫറുകൾ നൽകിക്കൊണ്ട് അവരെ കൊണ്ട് കൂടുതൽ വിൽപ്പന നടത്താനുള്ള രീതിയാണ് പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അവരെ പുഷ് ചെയ്യുകയാണ്. അതായത് ആരെയാണ് പുഷ് ചെയ്യുന്നത്? പുഷ് ചെയ്യാന്ന് വെച്ചാൽ തള്ളുക എന്ന അർത്ഥത്തിലാണല്ലേ. അപ്പോൾ ഡീലേഴ്സിനെയും ഒപ്പം തന്നെ മറ്റുള്ള ഇടനിലക്കാർക്കും അവർക്ക് സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഓഫറുകൾ നൽകിക്കൊണ്ട് വേരിയസ് കൈൻഡ്സ് ഓഫ് പ്രൊമോഷൻസ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് എഫേർട്സ്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ കൊണ്ട് കൂടുതൽ ബിസിനസ് നടത്തിയെടുക്കാനുള്ള ഒരു തന്ത്രമാണ് പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്ട്രാറ്റജി എ കമ്പനി promotes its products to a dealer who in turn promotes it to the retailer or to the consumer. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കമ്പനി പ്രധാനപ്പെട്ട ഹോൾസെയിലർ അല്ലെങ്കിൽ ഡീലർക്ക് ഈ പ്രൊഡക്റ്റുകൾ നൽകുന്നു, അവർ പിന്നീട് ഇത് റീറ്റെയിലർക്ക് നൽകുന്നു. അപ്പോൾ റീറ്റെയിലേഴ്സും ഈ ഡീലേഴ്സ് എല്ലാവരും കൂടി കൺസ്യൂമേഴ്സിനെ കൊണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കുന്നു, അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള രീതിയാണ്. അത് നേരിട്ട് കമ്പനി കൺസ്യൂമേഴ്സിന് ഓഫർ നൽകുന്നില്ല, പകരം അവർ ഇടനിലക്കാർക്ക് ഈ സെയിൽസ് പ്രൊമോഷനോട് ബന്ധപ്പെട്ട ഓഫറുകൾ നൽകുന്നു, അല്ലേ. അവരെ കൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പുഷ് സ്ട്രാറ്റജിയിൽ വരിക. ഇനി പുൾ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. പുൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി കോൺസെൻട്രേറ്റ്സ് ഓൺ ദി
കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇവിടെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും റീറ്റെയിലേഴ്സിനുമാണ് അല്ലേ. അവർക്കാണ് ഈ പ്രൊമോഷണൽ ടെക്നിക്കൽ അല്ലെങ്കിൽ സെൽഫ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഓഫറുകളും ഗിഫ്റ്റുകളും ഒക്കെ നൽകിയതല്ലേ. ഇവിടെ പക്ഷേ എന്താണ്, ഇവിടെ നേരിട്ട് കൺസ്യൂമേഴ്സിനാണ് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് മിഡിൽമെൻ ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മിഡിൽമെൻ നൽകുന്നതിന് പകരം ഈ പുൾ സ്ട്രാറ്റജിയിൽ സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഓഫറുകൾ നൽകിയിരിക്കുന്ന ആർക്കാണ്, കൺസ്യൂമേഴ്സിന് നേരിട്ടാണ് അല്ലേ. കമ്പനി നേരിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ദിസ് സ്ട്രാറ്റജി ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് ആൻഡ് അതർ ബെനിഫിറ്റ്സ് ടു ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനാണ് ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകളും ഓഫറുകളൊക്കെ കമ്പനി നേരിട്ട് നൽകുന്നത് അല്ലേ. ടു എൻകറേജ് ദം ടു പർച്ചേസ് ബ്രാൻഡ്, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടി. ഇപ്പോൾ ടിപ്പിക്കൽ പുൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉൾപ്പെടുന്നത്? ഗിഫ്റ്റ് കൂപ്പണുകൾ, ക്യാഷ് റീഫണ്ടുകൾ, റിബേറ്റ്സ്, കണ്ടസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഇതൊക്കെ കൺസ്യൂമേഴ്സിന് നേരിട്ട് ഓഫർ ചെയ്യുന്ന സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് പുൾ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി കോമ്പിനേഷൻ സ്ട്രാറ്റജി ഉണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിപ്പോൾ പുഷ് സ്ട്രാറ്റജിയുടെയും പുൾ സ്ട്രാറ്റജിയുടെയും ഒരു മിക്സ് ആയിരിക്കും അല്ലേ, കോമ്പിനേഷൻ ആയിരിക്കും. കോമ്പിനേഷൻ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഈസ് എ മിക്സ്ചർ ഓഫ് എ പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി. പുഷ് സ്ട്രാറ്റജിയുടെയും പുൾ സ്ട്രാറ്റജിയുടെയും ഒരു മിക്സാണ്. ഇറ്റ് ഫോക്കസസ് ബോത്ത് ഓൺ ദി മിഡിൽമെൻ ആസ് വെൽ ആസ് ദി കൺസ്യൂമേഴ്സ്. അതായത് രണ്ടു കൂട്ടർക്കും ഈ ഓഫറുകൾ നൽകും അല്ലേ. സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഓഫറുകൾ നൽകും. അതായത് മിഡിൽമെനും ഓഫർ നൽകും, ഒപ്പം തന്നെ കൺസ്യൂമേഴ്സിന് ഓഫർ നൽകും അല്ലേ. ഇറ്റ് ഓഫ് എ സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ് ടു ബോത്ത് ദി മിഡിൽമെൻ ആൻഡ് കൺസ്യൂമേഴ്സ് സോ ആസ് ടു ബൂസ്റ്റ് ദ സെയിൽസ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മിഡിൽമെനും കൺസ്യൂമേഴ്സിനും ഓഫറുകൾ നൽകുന്ന അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്പനികൾ നൽകുമ്പോൾ അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ പുഷ് സ്ട്രാറ്റജിയും കോമ്പിനേഷൻ സ്ട്രാറ്റജിയും പുൾ സ്ട്രാറ്റജി ഇതെല്ലാം സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണല്ലേ. നോക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കുന്നത് ഇവാലുവേഷൻ ഓഫ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ്. ഈ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി നമ്മൾ പുഷ് സ്ട്രാറ്റജിയും പുൾ സ്ട്രാറ്റജിയും കോമ്പിനേഷൻ സ്ട്രാറ്റജിയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇവാലുവേഷൻ, വിലയിരുത്തൽ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. കമ്പനീസ് ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ ദി സെയിൽസ് വോളിയം ആൻഡ് ദി കോസ്റ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നതിനെക്കുറിച്ച് ഒരു ഇവാലുവേഷൻ നടത്തുന്നത് ഏതൊക്കെ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ്? പ്രധാനമായും ഇതിനെ ബേസ് ചെയ്താണ്. ബേസ്ഡ് ഓൺ സെയിൽസ് വോളിയം, സെയിൽസിൽ എത്രമാത്രം കൂടുതൽ വന്നിട്ടുണ്ട്. നമ്മുടെ പുഷ് സ്ട്രാറ്റജിയും പുൾ സ്ട്രാറ്റജിയൊക്കെ വഴിയൊക്കെ നമ്മൾ സെയിൽസ് പ്രൊമോഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ അതുവഴി സെയിൽസ് കൂടിയിട്ടുണ്ടോ, സെയിൽസ് വോളിയം. ഒപ്പം തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ, നമ്മൾ സെയിൽസ് പ്രൊമോഷന് വേണ്ടി എത്ര കോസ്റ്റാണ് ചിലവാക്കിയത്, അതും അതിനനുസരിച്ച് സെയിൽസ് എത്രയാണ് കൂടിയിരിക്കുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജിയുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് വേസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് താഴെ പറയുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട വഴികളെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡുകൾ എന്ന് പറയുന്നത്, ഒന്ന് സെയിൽസ് ഇവാലുവേഷൻ. നമ്മൾ ആദ്യം തന്നെ നടത്തുന്നത് സെയിൽസിൻ്റെ ഒരു ഇവാലുവേഷനാണ്. എ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ഓഫ് ദി വോളിയം ആൻഡ് ടേൺ ഓവർ ഓഫ് സെയിൽസ് ബിഫോർ ദി അഡോപ്ഷൻ ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് സ്ട്രാറ്റജീസ് ആൻഡ് ആഫ്റ്റർ ദി സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി. അതായത് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി നടപ്പിലാക്കുന്നതിന് മുമ്പ് നമുക്ക് എത്ര സെയിൽസ് ആയിരുന്നു, അത് നടപ്പിലാക്കിയതിന് ശേഷം നമുക്ക് എത്ര സെയിൽസ് ഉണ്ടായി, ഇത് തമ്മിലൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ സെയിൽസ് കൂടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അങ്ങനെ സെയിൽസിൻ്റെ ഇവാലുവേഷൻ, അപ്പോൾ സെയിൽസ് കൂടിയിട്ടുണ്ടെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി എഫക്റ്റീവ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് സെയിൽസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രോഫിറ്റ് ഇവാലുവേഷൻ ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി നടപ്പിലാക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രയായിരുന്നു പ്രോഫിറ്റ്, അത് നടപ്പിലാക്കിയതിന് ശേഷം നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ അതാണ് പ്രോഫിറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ദി എമൗണ്ട് ആൻഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദി സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി അല്ലേ. സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും പ്രോഫിറ്റ് എത്രയാണ്, അപ്പോൾ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ മൂന്നാമത്തെ ഇവാലുവേഷൻ ഓഫ് ബ്രാൻഡ് അവെയർനെസ് ആണ്. ആളുകൾക്ക് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അവെയർനെസ് കൂടിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് കൺസ്യൂമേഴ്സിന് എത്രമാത്രം അവെയർനെസ് അറിവുണ്ടായിരുന്നു, അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കൺസ്യൂമേഴ്സിന് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അവെയർനെസ് കൂടിയോ ഇല്ലയോ അതാണ് നമ്മളോട് ചെക്ക് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ദി ഇൻക്രീസ് ഇൻ ബ്രാൻഡിംഗ് അവെയർനെസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി. ഇഫ് ദ കസ്റ്റമേഴ്സ് ഹാവ് ഹൈ ബ്രാൻഡ് അവെയർനെസ് ആഫ്റ്റർ സെയിൽസ് പ്രൊമോഷൻ നടത്തിയതിന് ശേഷം കസ്റ്റമേഴ്സിന് അവരുടെ ബ്രാൻഡ് അവെയർനെസ് ഹൈ ആയിട്ടുണ്ടെങ്കിൽ ദെൻ ദ സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഫേം ഈസ് കൺസിഡേർഡ് എഫക്റ്റീവ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ചുമാണ്. അവെയർനെസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തത് അത്ര എഫക്റ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. ഇതാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യുന്നതോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വഴികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കണം. അതിനുശേഷം അതിൻ്റെ ഡീമെറിറ്റ്സ് നമ്മൾ നോക്കും. ഇറ്റ് ഹെൽപ്സ് കമ്പനീസ് ടു മേക്ക് ആൻ ഇമ്മീഡിയറ്റ് ഇൻക്രീസ് ഇൻ ദർ സെയിൽസ് വോളിയം.
നമ്മൾ സെയിൽസ് പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ മിക്കവാറും അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ക്വിക്കർ സെയിൽസ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതായത് സെയിൽസിൻ്റെ വളർച്ചയ്ക്ക് ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് കാരണമാകുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലേ ക്വിക്കായിട്ട് സെയിൽസ് കൂടുന്നതിന് കാരണമാകുന്നു. ദെൻ കൺസ്യൂമേഴ്സ് ഗെറ്റ് ലോട്ട് ഓഫ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ഇൻഡ്യൂസ്മെൻറ്റ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് കൂടുതൽ ഇൻസെൻറ്റീവ്സ് കിട്ടുന്നു, അവർക്ക് പ്രൈസ് കുറച്ച് കിട്ടുന്നു അല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ഇൻസെൻറ്റീവ്സ് അവർക്ക് കിട്ടുന്നു അല്ലേ. വിതൗട്ട് പേയിങ് മോർ ഓൺ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കാതെ നിലവിലുള്ള വിലയ്ക്ക് തന്നെ അവർക്ക് ഇതെല്ലാം ലഭിക്കുന്നു, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചും ഗുണകരമാണ്. ദെൻ കൺസ്യൂമേഴ്സ് ഗെറ്റ് ദ പ്രൊഡക്റ്റ് അറ്റ് ചീപ്പർ റേറ്റ്. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നം കിട്ടും. അപ്പോൾ പ്രൈസ് ഓഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ഉൽപ്പന്നം ലഭിക്കുന്നു കൺസ്യൂമേഴ്സിന്. ഇറ്റ് ഗീവ്സ് ദ കൺസ്യൂമേഴ്സ് എ റീസൺ ടു ബൈ എ പർട്ടിക്കുലർ ബ്രാൻഡ് കമ്പയർഡ് ടു അനദർ ബ്രാൻഡ്. അപ്പോൾ മറ്റൊരു ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരേ തരത്തിലുള്ള ഒരേ ക്വാളിറ്റിയുള്ള 2 ബ്രാൻഡുകളാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ നമ്മൾ നോക്കുന്നത് കുറഞ്ഞ വിലയുള്ള പ്രോഡക്റ്റാണ് ഏതാണ്, അല്ലെങ്കിൽ അതിന് പ്രത്യേക ഓഫറുകളുണ്ടോ, ഗിഫ്റ്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് നമ്മൾ വാങ്ങിക്കാനുള്ള റീസൺ ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നുണ്ട്. ദെൻ കമ്പനീസ് ക്യാൻ ഡിസ്പോസ് ഓഫ് ദിയർ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഈസിലി. ഇപ്പോൾ കമ്പനികളെ സംബന്ധിച്ച് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് അവരുടെ നിലവിലുള്ള സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട്, സ്റ്റോക്ക് പെട്ടെന്ന് വിറ്റഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അങ്ങനെ സ്റ്റോക്ക് പെട്ടെന്ന് വിറ്റഴിക്കേണ്ട ആവശ്യങ്ങൾ വന്നേക്കാം. ഉദാഹരണത്തിന് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽസ് പ്രൊമോഷൻ ടൂൾ അല്ലേ, അതായത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലൊക്കെ നടത്തുമ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയാറായ സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പെട്ടെന്ന് വിറ്റഴിക്കണം അല്ലേ. അപ്പോൾ കുറച്ച് ഓഫറുകൾ കൊടുത്ത് നമ്മൾ സൂപ്പർ ബസാറുകളിലേക്കും ഇതുപോലുള്ള വലിയ കടകളിലേക്കൊക്കെ അത് നൽകുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പനികളെ സംബന്ധിച്ച് അതൊരു ലാഭകരമായ കാര്യമാണ്. ദെൻ ഡിഫറൻറ്റ് സെയിൽസ് പ്രൊമോഷൻ സ്കീംസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഹെൽപ്പ് ടു റീറ്റെയിൻ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഓഫറുകൾ നൽകുമ്പോൾ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബ്രാൻഡിലേക്ക് സ്വിച്ച് ഓൺ ചെയ്ത് പോകാതെ നമ്മുടെ ബ്രാൻഡ് ഇതിനെ വാങ്ങിച്ചുകൊണ്ട് റീറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഓഫറുകൾ ഹെൽപ്ഫുള്ളാണ്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ഹെൽപ്സ് ഫേംസ് ടു സെൽ അഡീഷണൽ പ്രൊഡക്ട്സ് അലോങ് വിത്ത് ദി ബ്രാൻഡ്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ വഴി നമുക്ക് നിലവിലൊരു പ്രൊഡക്റ്റിന് പുറമെ മറ്റൊരു പ്രൊഡക്റ്റ് കൂടെ വാങ്ങാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് അല്ലേ. അതായത് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ ഒരേ സമയം വാങ്ങാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല ടെക്നിക്കുകളും കമ്പനികളെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അത് 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക, ക്രോസ് സെല്ലിങ്ങും അപ്പ് സെല്ലിങ്ങും. ഈ ക്രോസ് സെല്ലിങ്ങും അപ്പ് സെല്ലിങ്ങും എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഈ ക്രോസ് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇറ്റ് ഹെൽപ്സ് ടു സെൽ അഡീഷണൽ പ്രൊഡക്ട്സ് അലോങ് വിത്ത് ദ ബ്രാൻഡ്. അത് ഒരു പ്രൊഡക്റ്റിനൊപ്പം തന്നെ നമ്മളൊരു മറ്റു പ്രൊഡക്റ്റ് കൂടെ വാങ്ങാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബർഗർ വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ ചെന്നു. അപ്പോൾ വാങ്ങുമ്പോൾ അവർ അതിനൊപ്പം തന്നെ നമുക്ക് ഒരു ഡ്രിങ്ക് കൂടെ വാങ്ങിക്കൂടെ എന്ന് അവർ ചോദിക്കുന്നു അല്ലേ. 2 കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസിൽ ഓഫർ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ബർഗർ വാങ്ങിയതിനൊപ്പം തന്നെ മറ്റു കൊക്കോളയോ പെപ്സി അതുപോലുള്ള ഡ്രിങ്ക് കൂടെ നമ്മൾ വാങ്ങുന്നതിന് കാരണമാകുന്നല്ലേ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനൊപ്പം അഡീഷണൽ പ്രൊഡക്റ്റ് കൂടെ വാങ്ങാൻ വേണ്ടി അത്തരത്തിലുള്ള ഓഫറുകൾ ഉണ്ടെങ്കിൽ അതിനെ ക്രോസ് സെല്ലിംഗ് എന്നാണ് പറയുക. ക്രോസ് സെല്ലിങ്ങിന് ഈ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് സഹായിക്കുന്നു. അനദർ അഡ്വാൻറ്റേജ് ഈ സെല്ലിംഗ് ഓഫ് കോസ്റ്റ്ലി പ്രോഡക്ട്സ് അലോങ് വിത്ത് ദി ബ്രാൻഡ് ബൈ എൻകറേജിങ് ദം ടു ബൈ ദ പ്രീമിയം പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനൊപ്പം തന്നെ അതിൻ്റെ പ്രീമിയം പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയാണ് അപ്പ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്മാർട്ട് ഫോണിൻ്റെ ബേസിക് മോഡൽ വാങ്ങാൻ വേണ്ടിയാണ് പോയത്, പക്ഷേ അവിടെ ചെന്നപ്പോൾ നമുക്ക് അതിൻ്റെ പ്രീമിയം മോഡൽ വാങ്ങാൻ വേണ്ടി അവർ നമ്മൾ പ്രേരിപ്പിക്കുന്നു അല്ലേ. പ്രീമിയം മോഡൽ വാങ്ങുകയാണെങ്കിൽ കൂടുതൽ ഓഫർ നൽകാം, അല്ലെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് നൽകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടിയ വിലയ്ക്ക് ഒരു കോസ്റ്റ് കുറഞ്ഞൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോയിട്ട് കൂടിയ വിലയ്ക്കുള്ള പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അത് അതിന് അപ്പ് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. ഉയർന്ന മോഡൽ വാങ്ങാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയാണ് അപ്പ് സെല്ലിംഗ്. അപ്പോൾ ക്രോസ് സെല്ലിങ്ങിനും അപ്പ് സെല്ലിങ്ങിനൊക്കെ ഈ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളാണ് ഒരു റീസണായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വരുന്നത്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഈസിലി ക്ലിയർ ദ സ്റ്റോക്ക്. ഇപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചില സമയത്തൊക്കെ നമുക്ക് സ്റ്റോക്കിന് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് പ്രൊഡക്ട്സ് നിയറിങ് എക്സ്പിറേഷൻ ഡേറ്റ് അതായത് എക്സ്പയറി ഒക്കെ തീരാൻ പോവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെ കുറച്ച് ഓഫർ കൊടുത്തുകൊണ്ട് ഡിസ്കൗണ്ടൊക്കെ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പല സൂപ്പർ ബസാറുകളിലേക്കൊക്കെ ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ അവിടെ വെച്ച് അത് ഈ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളുകൾ ഇത് വാങ്ങുന്നു. അപ്പോൾ എക്സ്പയറി ഡേറ്റ് തീരുന്നതിനുള്ളിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കുന്നതിന് കഴിയുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ കമ്പനികളെ സംബന്ധിച്ച് അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇൻവെൻട്രി ക്ലിയർ ചെയ്യാൻ വേണ്ടി പുതിയ മോഡൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾഡ് ഇൻവെൻട്രി പഴയ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കാം. Then compared to another type of promotion, most of the sales promotion techniques can be quickly created and made available within a market. അപ്പോൾ മറ്റ് നമ്മുടെ പ്രൊമോഷൻ മിക്സിലുള്ള മറ്റ് കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് അഡ്വർടൈസ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ലേഔട്ട് കോപ്പി അതൊക്കെ തയ്യാറാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സമയം വേണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് നമുക്ക് ഈ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. ദീസ് ടെക്നിക്ക് ക്യാൻ ബി ക്വിക്ലി ക്രിയേറ്റഡ് ആൻഡ് മെയ്ഡ് അവൈലബിൾ വിത്തിൻ എ മാർക്കറ്റ്.
വെൻ കമ്പയർഡ് വിത്ത് അഡ്വർടൈസിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിംഗും പേഴ്സണൽ സെല്ലിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവാണ്. അഡ്വർടൈസ്മെൻറ്റിനൊക്കെ നമുക്കറിയാം ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനികളെ സംബന്ധിച്ച് കുറഞ്ഞ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഇനി സെയിൽസ് പ്രൊമോഷന് അഡ്വാൻറ്റേജ് മാത്രമല്ല, അതിന് ചില ഡ്രോബാക്സുകൾ, ഡീമെറിറ്റ്സ് അല്ലേ ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. നോക്കുക. ഒന്ന്, സെയിൽസ് പ്രൊമോഷൻ മെഷേഴ്സ് ആർ യൂഷ്വലി ഓഫേർഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. സെയിൽസ് പ്രൊമോഷൻ മെഷേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞു അതൊരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ അത് ആളുകളെ സംബന്ധിച്ച്, കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. ദെൻ ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം മിഡിൽമെൻ ഇൻവോൾവ്ഡ്. നമുക്ക് മിഡിൽമെൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് മാത്രമാണ് ഓഫറുകളൊക്കെ കൂടുതൽ നൽകുന്നതെങ്കിൽ മിഡിൽമെൻ കൂടുതൽ താല്പര്യം അതിൽ കാണിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിഡിൽമെൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ കൺസ്യൂമേഴ്സ് മേ സസ്പെക്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. എപ്പോഴും ഓഫറുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, എപ്പോഴും വില കുറച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് ആളുകൾക്ക് സംശയം വരാം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു സസ്പീഷന് കാരണമാകും, സംശയത്തിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആളുകൾ വിചാരിച്ചേക്കാം ഓൾഡ് സ്റ്റോക്ക് വിറ്റഴിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് സബ്സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്, നിലവാരം കുറഞ്ഞ പ്രൊഡക്റ്റാണ് നൽകുന്നത് എന്നൊക്കെ ആളുകൾ തോന്നിയേക്കാം. റിപ്പീറ്റഡ് ആൻഡ് ഓവർ യൂസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് റെഡ്യൂസ് ദ ട്രസ്റ്റ് അമംഗ് ദി കൺസ്യൂമേഴ്സ് റിലേറ്റഡ് വിത്ത് ദ പ്രൊഡക്റ്റ്. അപ്പോൾ റിപ്പീറ്റഡായിട്ട് ഓവറായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ നൽകുമ്പോൾ, വില കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു സംശയം വന്നേക്കാം, അതിൻ്റെ ലോവർ പ്രൈസ്, ഈ കുറഞ്ഞ പ്രൈസാണ്, നമ്മൾ എത്രയായിട്ടാണോ കുറച്ചത് ആ കുറഞ്ഞ പ്രൈസാണ് അതിൻ്റെ യഥാർത്ഥ പ്രൈസ് എന്ന് ആളുകൾ ചിന്തിച്ചേക്കാം അല്ലേ. ഇപ്പോൾ ഇത്രയും നാളും ഉയർന്ന വിലയ്ക്കാണ് ആ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടിരുന്നത്, ഇപ്പോൾ വില കുറച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ യഥാർത്ഥ വില എന്ന് ആളുകൾ ചിന്തിച്ചേക്കാം അല്ലേ. അപ്പോൾ കമ്പനി അവരെ ചീറ്റ് ചെയ്യുകയാണെന്നൊരു സംശയമൊക്കെ, ഡൗട്ടൊക്കെ ആളുകൾക്ക് വന്നേക്കാം. ദെൻ കൺസ്യൂമേഴ്സ് മേ പോസ്റ്റ്പോൺ ദിയർ പർച്ചേസ് ഡിസിഷൻ ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ഡിസ്കൗണ്ട് ഫ്രം ദി ഡീലേഴ്സ് ആൻഡ് കമ്പനീസ്. അപ്പോൾ വീണ്ടും ഡിസ്കൗണ്ടുകൾ വരാം, വീണ്ടും ഓഫറുകൾ വരാമെന്നുള്ള സാധ്യതയിൽ ആളുകൾ അവരുടെ പർച്ചേസ് ഡിസിഷൻ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നത്തേക്ക് മാറ്റി വയ്ക്കാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ വീണ്ടും ഒരു പ്രൈസ് കട്ട് വരാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ ദർ ഈസ് എ ടെൻഡൻസി ടു യൂസ് ദ സെയിം മെത്തേഡ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ബൈ ഓൾ ദി ഫേംസ് അറ്റ് ദി സെയിം ടൈം. ഇപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ, കോമ്പീറ്റിംഗ് ഫേമുകൾ, പരസ്പരം മത്സരിക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഒരേ സമയത്ത് ഇത്തരത്തിലുള്ള ഓഫറുകൾ നൽകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വേനൽക്കാലമൊക്കെ വരുമ്പോൾ റെഫ്രിജറേറ്റേഴ്സിന് അല്ലെങ്കിൽ എ സിക്കൊക്കെ ഓഫറുകൾ നൽകുന്ന എല്ലാ കമ്പനികളും ഒരുമിച്ചാണല്ലേ ആ ഒരു സീസൺ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് അവർക്ക് പിന്നെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കി മാത്രമേ അവരിത് വാങ്ങിക്കുള്ളൂ അല്ലേ. ബ്രാൻഡിൻ്റെ ക്വാളിറ്റി, ബ്രാൻഡ് ഇമേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാത്രം നോക്കി അവർ വാങ്ങേണ്ട അവസ്ഥ വരും. അതായത് സെയിൽസ് പ്രൊമോഷന് എഫക്റ്റ് ഇല്ലാണ്ട് വരാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് ആണ്. സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് മണി സെറ്റ് അസൈഡ് ഫോർ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. സെയിൽസ് പ്രൊമോഷന് വേണ്ടി കമ്പനി എത്രമാത്രം എമൗണ്ടാണ് നീക്കി വയ്ക്കുന്നത് അതിനെയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ നീക്കി വയ്ക്കുന്ന എമൗണ്ടിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുക. എ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ സോ ആസ് ടു അവോയ്ഡ് ഓവർ സ്പെൻഡിങ് ആൻഡ് അണ്ടർ സ്പെൻഡിങ് ഓൺ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ സെയിൽസ് പ്രൊമോഷന് വേണ്ടി എത്രമാത്രം തുക നീക്കി വെക്കണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുമ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന തുകയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കുന്നത് വെച്ചാൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓവർ സ്പെൻഡിങ് ആൻഡ് അണ്ടർ സ്പെൻഡിങ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. സെയിൽസ് പ്രൊമോഷന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന തുക ഓവർ സ്പെൻഡിങ് ആയിരിക്കരുത്, ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള തുക ചിലവഴിക്കുകയും ചെയ്യണം, കുറഞ്ഞു പോവുകയും ചെയ്യരുത് അല്ലേ. അപ്പോൾ ഓവർ സ്പെൻഡിങ്ങും അണ്ടർ സ്പെൻഡിങ്ങും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുൻകൂട്ടി എത്രയാണ് ചിലവഴിക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. ദ അലോക്കേഷൻ ഓഫ് മോണിറ്ററി റിസോഴ്സസ് ടു സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പണം എത്രമാത്രം മാറ്റി വെക്കണം എന്നുള്ളത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി ഫേം പല കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. അതായത് പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ്, ഏത് ടൈപ്പ് പ്രൊഡക്റ്റാണ്, അത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഏത് സ്റ്റേജിലാണ്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണോ, മച്യൂരിറ്റി സ്റ്റേജിലാണോ, ഡിക്ലൈനിങ് സ്റ്റേജിലാണോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കും. മാർക്കറ്റിലെ സിറ്റുവേഷൻ എന്താണ്, കോമ്പറ്റീറ്റീവ് ആക്ടിവിറ്റീസ്, കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ്, സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിൻ്റെ പല രീതികൾ എങ്ങനെയാണ്. 5 ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ്, 5 ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സുകളാണ് ഈ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനോട് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡാണ്. പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ദ ബഡ്ജറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ടേക്കിംഗ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. നമ്മൾ സെയിൽസിൻ്റെ ഒരു നിശ്ചിത ശതമാനം സെയിൽസ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഉദാഹരണത്തിന് 10,000 റുപ്പീസിൻ്റെ സെയിൽസ് ആണെങ്കിൽ അതിൻ്റെ ഒരു 10%, 1000 രൂപ നമ്മളൊരു പക്ഷേ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാം. ഈ സെയിൽസ് എന്നുള്ളത് അത് ഫിഗർ എടുക്കുന്നത് ഒരുപക്ഷെ നമുക്ക് പ്രീവിയസ് ഇയറിലെ സെയിൽസിനെ ബേസ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ആവറേജ് സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന, ഫോർകാസ്റ്റ് ചെയ്യുന്ന കിട്ടാൻ സാധ്യതയുള്ള സെയിൽസിൻ്റെ ബേസിലായിരിക്കാം. ഏതായാലും സെയിൽസിൻ്റെ ഒരു ഫിഗർ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഇത്ര തുക നമ്മൾ സെയിൽസ് പ്രൊമോഷന് വേണ്ടി ചെലവഴിക്കുന്നു. ആ രീതിയിൽ ബഡ്ജറ്റ് നിശ്ചയിക്കുന്ന രീതിയാണ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്.
രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡാണ്. യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. മിക്കവാറും ഈ യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഹൈ പ്രൈസ്ഡ് പ്രോഡക്ട്സ് ആണ്. ഉദാഹരണത്തിന് കൺസ്യൂമർ ഡ്യൂറബിൾസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സ്, വാഷിംഗ് മെഷീനുകൾ, അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇത്തരത്തിലുള്ള യൂണിറ്റ് സെയിൽസ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻസ്റ്റെഡ് ഓഫ് റുപ്പി വാല്യൂ ഓഫ് സെയിൽസ് ആസ് ഇൻ ദി പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്, നമ്മൾ സെയിൽസ് മെത്തേഡിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എമൗണ്ട് ആണ് അതിനോട് ചെലവഴിച്ചതെങ്കിൽ ദ ബേസ് ഈസ് ദി ഫിസിക്കൽ വോളിയം ഓഫ് ഏതർ ദി പാസ്റ്റ് ഓർ ആൻറ്റിസിപ്പേറ്റഡ് സെയിൽസ്. എത്ര യൂണിറ്റ് നമ്മൾ വിൽക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എമൗണ്ട് നിശ്ചയിക്കുന്നത്. എത്ര യൂണിറ്റ് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുക, ഫോർ എക്സാമ്പിൾ മാനുഫാക്ചർ മൈറ്റ് അലോക്കേറ്റ് ₹1,000 പെർ യൂണിറ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. അതായത് ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ, ഒരു റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വിൽക്കുമ്പോൾ അതിലൊരു ₹1000 വരെ, ഒറ്റ യൂണിറ്റ് മേലെ ₹1000 നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റായിട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ അതായത് വിൽക്കുന്ന യൂണിറ്റിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ തുക നിശ്ചയിക്കുന്നത് അല്ലേ. ഒരു യൂണിറ്റിന് ഇത്ര രൂപ എന്ന് വെച്ചുകൊണ്ടാണ് എമൗണ്ട് നീക്കി വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്നതിനെ പറയുന്നത്. ദെൻ കോമ്പറ്റീറ്റീവ് പാരിറ്റി മെത്തേഡാണ് മറ്റൊന്ന്. കോമ്പറ്റീറ്റീവ് പാരിറ്റി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി മാർക്കറ്റേഴ്സ് മാച്ച് ഓർ ബേസ് ദെയർ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് ടു ദാറ്റ് ഓഫ് ദി മേജർ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ സെയിൽസ് ബഡ്ജറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റിന് വേണ്ടി ഒരു തുക നീക്കി വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് കോമ്പറ്റീറ്റേഴ്സ്, നമ്മളോട് കോമ്പറ്റ് ചെയ്യുന്ന ഫേം എത്ര രൂപയാണ് ഇതിനോട് ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ടൊരു പാരിറ്റി വരുന്ന രീതിയിൽ, ഒരു തുല്യത വരുന്ന രീതിയിൽ നമ്മൾ എമൗണ്ട് നീക്കി വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് പാരിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. അഫോർഡബിൾ മെത്തേഡ് ഉണ്ട്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഒരുപക്ഷെ കോമ്പറ്റീറ്റേഴ്സ് നീക്കി വയ്ക്കുന്ന തുക ഒരുപക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണ് നീക്കി വയ്ക്കാൻ പറ്റുന്നത് ആ തുക നീക്കി വയ്ക്കുന്ന രീതിയാണ് അഫോർഡബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. In this approach to budget allocation, the amount that is left over after all relevant allocations have been made, നമുക്ക് അത്യാവശ്യമുള്ള തുകകളെല്ലാം നീക്കി വെച്ചതിന് ശേഷം ബാക്കി എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, ലെഫ്റ്റ് ഓവർ ചെയ്തിരിക്കുന്നത്, ബാക്കി അവശേഷിക്കുന്ന തുക എത്രയാണോ, ഇറ്റ് ഈസ് അലോട്ടഡ് ടു സെയിൽസ് പ്രൊമോഷൻ അല്ലേ. സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റിന് വേണ്ടി ആ തുക നീക്കി വയ്ക്കുകയാണ്. അപ്പോൾ ചെറിയ കമ്പനികൾക്ക്, ചെറിയ ബഡ്ജറ്റുള്ള കമ്പനികളൊക്കെ ഈ ഒരു അഫോർഡബിൾ മെത്തേഡാണ് ഉപയോഗിക്കുക. ദെൻ അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എൻഡ് ടാസ്ക് മെത്തേഡാണ്. ഒബ്ജക്റ്റീവ് എൻഡ് ടാസ്ക് മെത്തേഡ് ഈസ് ഡ്രൈവൺ ബൈ സ്ട്രാറ്റജി. അപ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളിവിടെ സെയിൽസ് പ്രൊമോഷന് വേണ്ടി എമൗണ്ട് നീക്കി വയ്ക്കുക. ദ പ്രൊമോഷൻ മാനേജർ സ്റ്റാർട്ട്സ് ബൈ മേക്കിംഗ് എ തറോ സ്റ്റഡി ഓഫ് ദി മാർക്കറ്റ്, ദ പ്രൊഡക്റ്റ്, കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് മാർക്കറ്റിനെക്കുറിച്ചും പ്രൊഡക്റ്റിനെക്കുറിച്ചും കോമ്പറ്റീഷൻ, നിലവിലുള്ള കോമ്പറ്റീഷനെക്കുറിച്ചും കൺസ്യൂമേഴ്സിൻ്റെ ഒരു ബിഹേവിയറിനെക്കുറിച്ചെല്ലാം പഠനം നടത്തിയതിന് ശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് നീക്കുക അല്ലേ. നമുക്ക് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ആകാം അല്ലെങ്കിൽ ലോങ് ടൈം ആകാം. പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ സെയിൽസ് കൂട്ടുന്നതാകാം അല്ലേ, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടുന്നതാകാം. അപ്പോൾ പലതരത്തിലുള്ള പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എത്രയാണ് തുക ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു തുക നീക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് മണി വുഡ് ബി നെസസറി ടു അക്കോംപ്ലിഷ് ഈച്ച് ടാസ്ക് ഇൻവോൾവ്ഡ് ഇൻ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി എത്ര രൂപയാണ് നമ്മൾ നീക്കി വെക്കേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇഫ് ദ കോസ്റ്റ് ഹാപ്പൻ ടു ബി മോർ ദാൻ ദ മണി അവൈലബിൾ, നമുക്ക് കൈവശമുള്ള പണത്തേക്കാൾ കൂടുതലാണ് കോസ്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ പ്രൊമോഷണൽ ഒബ്ജക്റ്റീവ്സിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും, അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊമോഷൻ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് പണം നിശ്ചയിക്കുന്ന രീതിയാണ് ഒബ്ജക്റ്റീവ് എൻഡ് ടാസ്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് നോക്കുന്നത് സെയിൽസ് പ്രൊമോഷൻ കാമ്പയിനെ കുറിച്ചാണ്. സെയിൽസ് പ്രൊമോഷൻ കാമ്പയിൻ. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ കാമ്പയിൻസ് ആർ ഓർഗനൈസ്ഡ് ടു സ്റ്റിമുലേറ്റ് ക്വിക്കർ ഓർ ഗ്രേറ്റർ പർച്ചേസ് ഓഫ് പർട്ടിക്കുലർ പ്രൊഡക്ട്സ് ഓർ സർവീസ് ബൈ കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കൂടുതൽ തവണ വാങ്ങിപ്പിക്കാൻ വേണ്ടി ആളുകൾ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എന്ത് വിളിക്കാം, സെയിൽസ് പ്രൊമോഷൻ കാമ്പയിൻ എന്ന് പറയാം അല്ലേ. ഇപ്പോൾ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ കാമ്പയിൻ എയിംസ് അറ്റ് 3 ഇമ്പോർട്ടൻറ്റ് ഗോൾസ്. 3 ഗോളുകളാണ് പ്രധാനമായിട്ട് ഇതിനുള്ളത്. ഒന്ന്, പ്രൊമോഷണൽ മെസ്സേജ് റീച്ച് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ പ്രൊമോഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു മെസ്സേജ്, ഇപ്പോൾ ഓഫറുകൾ കൊടുക്കുന്നത്, പ്രൈസ് കട്ട് നൽകുന്നത്, അതെല്ലാം കൃത്യമായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തുന്നുണ്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഡെലിവറി ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ ദ മെസ്സേജ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദ ഓഡിയൻസ്. ഓഡിയൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ദ മെസ്സേജ് സ്റ്റിമുലേറ്റ്സ് ദ റെസിപ്പിയൻസ് ടു ടേക്ക് ആക്ഷൻ. ആ ഒരു മെസ്സേജ് കിട്ടിയ റെസിപ്പിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസ് അവർ അതിനനുസരിച്ച് പോസിറ്റീവായിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട്, അതായത് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്സ് ഇൻ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ. സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിനിൽ പല സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്
അസസ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റിങ്ങിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വിലയിരുത്തലാണ് അല്ലേ. ദ ഫെയിം ഹാസ് യു ഫസ്റ്റ് എക്സാമിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ഓഫ് ഇറ്റ്സ് ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റിലെ നീഡ് എന്താണ്, അതായത് ആളുകൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഇറ്റ് ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കറണ്ട് യൂസേഴ്സ്, നിലവിലുള്ള യൂസേഴ്സ് എത്രയുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവർ എത്രയുണ്ട്, ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ് എങ്ങനെയാണ്, നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ വാങ്ങൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പാസ്റ്റ് സെയിൽസ് എങ്ങനെയായിരുന്നു അല്ലേ, എന്തൊക്കെയാണ് ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അല്ലേ, അതാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നിലവിലുള്ള മാർക്കറ്റ് എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ, അതിനെ അസസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ദ പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് ആണ്. നമ്മൾ പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു ലോങ് ടൈം, മിക്കവാറും ഷോർട്ട് ടൈം ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിൽക്കുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് പരമാവധി കൂട്ടുക എന്നുള്ളതാണോ. അപ്പോൾ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ആ ഒരു പ്രൊമോഷൻ ഒബ്ജക്റ്റീവിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു പ്രൊമോഷൻ ക്യാമ്പയിൻ നടത്തുക, സെറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കണം. പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് പല സ്റ്റേജുകളും വ്യത്യസ്തമായിരിക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പല സ്റ്റേജുകൾ, അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മച്യൂരിറ്റി, ഡിക്ലൈൻ അല്ലേ. ഒരു പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രൊഡക്റ്റിന് നമ്മൾ രൂപം കൊടുത്തു, അതിനെ മാർക്കറ്റിൽ ഇറക്കി, അതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജ്, വളർച്ചാ സ്റ്റേജ്, പിന്നീട് വളർച്ച പൂർത്തിയാകുന്ന സ്റ്റേജ്, പിന്നെ അതിൻ്റെ സെയിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് അല്ലേ. അങ്ങനെ പല സ്റ്റേജുകളിലും വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം ഉള്ളത്. അപ്പോൾ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു. ദെൻ മൂന്നാമതായിട്ട് ഡിസൈഡിങ് ദ പ്രൊമോഷൻ മിക്സ്. നമ്മൾ ഏതൊക്കെ പ്രൊമോഷൻ മിക്സ് ആണ്, അല്ലെങ്കിൽ പ്രൊമോഷൻ മിക്സിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്ന സ്റ്റേജാണ് ഇവിടെ. നമുക്കറിയാം പ്രൊമോഷൻ മിക്സിൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, പബ്ലിക് റിലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിൽ സെയിൽസ് പ്രൊമോഷന് വേണ്ടി എത്ര രൂപയാണ് നീക്കി വയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര കാര്യങ്ങളാണ് അതിനോട് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിൽ തീരുമാനിക്കും. ഒപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പണം കണ്ടെത്തുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടല്ലേ. ദെൻ നാലാമതായിട്ട് ഫോർമുലേറ്റിംഗ് ദ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. നമ്മൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു, പുഷ് പുൾ സ്ട്രാറ്റജിയൊക്കെ പഠിച്ചു അല്ലേ, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സ്ട്രാറ്റജിയൊക്കെ പഠിച്ചു. അപ്പോൾ ഏതാണ് നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ് അടുത്ത സ്റ്റേജ്. ദെൻ അഞ്ചാമത്തെ സ്റ്റേജ് ഡിസൈനിങ് സെയിൽസ് പ്രൊമോഷൻ സ്കീംസ്. സെയിൽസ് പ്രൊമോഷൻ സ്കീമുകൾ നമ്മൾ പലതരത്തിലുള്ള ടെക്നിക്കുകളും മെത്തേഡുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക. ഇഫ് ഇറ്റ് ഇസ് എ പുഷ് സ്ട്രാറ്റജി, സ്കീംസ് മസ്റ്റ് ബി ഡിവൈസ്ഡ് ഇൻഡ്യൂസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് അല്ലേ. അപ്പോൾ പുഷ് സ്ട്രാറ്റജി ആണെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റീറ്റെയിലേഴ്സിനെയും ഒപ്പം തന്നെ ഡീലേഴ്സിനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദെൻ ഡെവലപ്പിംഗ് ദ പ്രൊമോഷൻ ബഡ്ജറ്റ്. ഈ സെയിൽസ് പ്രൊമോഷന് വേണ്ടി നമുക്ക് ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ബഡ്ജറ്റ് കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഡെവലപ്പിംഗ് ദ പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ഇനി ഏഴാമതായിട്ട് എക്സിക്യൂഷൻ ഓഫ് ദി ക്യാമ്പയിൻ. നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം, നടപ്പിലാക്കണം അല്ലേ. ഇൻ ദിസ് ഫേസ് ദ ഫെയിം ഇംപ്ലിമെൻറ്റ്സ് ദ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ. ദ ക്യാമ്പയിൻ ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് എഫക്റ്റീവ്ലി ടു അട്രാക്ട് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിത് നടപ്പിലാക്കണം. ആൻഡ് എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റഡ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ ഈൽഡ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് റെസ്പോൺസ് അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനിങ് അത് ആളുകളുടെ ഇടയിൽ നിന്ന് വളരെ ക്വിക്കറായിട്ടുള്ള, ഫാസ്റ്ററായിട്ടുള്ള, നല്ല രീതിയിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നതിന് കാരണമാകുന്നു അല്ലേ. ദെൻ ലാസ്റ്റ്ലി ഇവാലുവേഷൻ ഓഫ് ദി ക്യാമ്പയിൻ എഫക്റ്റീവ്നെസ്. നമുക്ക് ഈ ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം, ഇടയ്ക്കിടെ നോക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ. ഫെയിംസ് യൂസ് ഡിഫറൻറ്റ് മെത്തേഡ്സ്, അതിനുവേണ്ടി ഡിഫറൻറ്റ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കോമൺ മോസ്റ്റ് മെത്തേഡ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെയിൽസ് ബിഫോർ, ഡ്യൂറിംഗ് ദ ആഫ്റ്റർ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ അല്ലേ. ഈ പ്രൊമോഷൻ ക്യാമ്പയിന് തൊട്ട് മുമ്പ് സെയിൽസ് എങ്ങനെയായിരുന്നു, നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സെയിൽസ് എങ്ങനെയാണ്, അതിനുശേഷം സെയിൽസ് എങ്ങനെയാണ്, അത് കൂടിയോ കുറഞ്ഞോ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് അതിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ ഒരു കാര്യം കൂടി ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു വെക്കാം, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി. ഇതിൽ നമുക്ക് എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസുകൾ നമുക്ക് ബ്രാൻഡ് ഇക്വിറ്റി എന്നുള്ളത് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ബ്രാൻഡ് ഇക്വിറ്റി ഈസ് ദി സം ടോട്ടൽ ഓഫ് വാല്യൂസ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ജനറേറ്റഡ് ബൈ എ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ബ്രാൻഡായിട്ട് വളർന്നു വന്ന, അതായത് നമുക്ക് ചില കാര്യങ്ങൾ പറയാം, അതൊരു ബ്രാൻഡ് പ്രൊഡക്റ്റാണ് നമ്മൾ പറയും അല്ലേ. ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ നല്ല കമ്പനിയുടെ പ്രൊഡക്റ്റാണെന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലേ. അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാവുന്നതല്ല, കുറേ വർഷങ്ങൾ കൊണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണല്ലേ. അതായത് ഒരു കമ്പനി അക്യൂർ ചെയ്യുന്ന ആ മൂല്യങ്ങൾ, അസറ്റ്സ്, അവരുടെ അസറ്റ്സ്, ലയബിലിറ്റീസ്, അപ്പോൾ അതെല്ലാം ഒരു ബ്രാൻഡായിട്ട് മാറുന്നതാണ്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആഫ് ദി അഡീഷണൽ എമൗണ്ട് ഓഫ് മണി കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ എ ബ്രാൻഡ് കമ്പയർഡ് ടു അതർ ബ്രാൻഡ്സ്. അതായത് നമ്മൾ മറ്റ് ബ്രാൻഡുകളുമായിട്ട്, മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റിന് കൂടുതൽ എക്സ്ട്രാ മണി നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ആ കമ്പനിയുടെ ബ്രാൻഡ് ഇക്വിറ്റിയാണ്. അതായത് നമുക്ക് ആ ബ്രാൻഡിലുള്ള വിശ്വാസം, ആ കമ്പനിയുടെ ഗുഡ് വിൽ
അല്ലേ? അതൊക്കെയാണ് ആ ഒരു ബ്രാൻഡ് ഇക്വിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. കമ്പനീസ് ക്യാൻ ക്രിയേറ്റ് ബ്രാൻഡ് ഇക്വിറ്റി ഫോർ ദർ പ്രൊഡക്റ്റ് ബൈ മേക്കിംഗ് ദ മെമ്മറബിൾ, ഈസിലി റെക്കഗ്നൈസബിൾ ആൻഡ് സുപ്പീരിയർ ഇൻ ക്വാളിറ്റി. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ തിരിച്ചറിയുന്നു അത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണെന്ന് നമുക്ക് മനസ്സിലുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, തിരിച്ചറിയുന്നു, ഓർത്ത് വയ്ക്കുന്നു, മെമ്മറൈസ് ചെയ്യുന്നു, അല്ലേ? അതെല്ലാം ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇക്വിറ്റിയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലേ? ഇനി ഒരു സെയിൽസ് പ്രൊമോഷനും ബ്രാൻഡ് ഇക്വിറ്റിയും തമ്മിൽ, അതായത് സെയിൽസ് പ്രൊമോഷൻ ബ്രാൻഡ് ഇക്വിറ്റിയെ കൂട്ടുന്നുണ്ട്, അല്ലേ? പോസിറ്റീവ് എഫക്ട്സ് അതിനുണ്ട് തീർച്ചയായിട്ടും. അതാണ് പോസിറ്റീവ് എഫക്റ്റാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഒന്ന്, ഇറ്റ് ഇൻക്രീസസ് ദ അവയർനെസ് ഓഫ് ബ്രാൻഡ് എമംഗ് ദി കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ബ്രാൻഡ് അവയർനെസ് കൂട്ടാനും ബ്രാൻഡ് ഇക്വിറ്റി കൂട്ടുന്നതിനും സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ സഹായിക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ഡെവലപ്പ് വാല്യൂ ആൻഡ് പെർസെപ്ഷൻ ഓഫ് ബ്രാൻഡ് ഓൺ ദി ബേസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ. ഇപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിന് സ്ട്രെങ്ത് ഉള്ളതാണ്, അല്ലെങ്കിൽ അത് ഫേവറബിളായിട്ട് കൺസ്യൂമേഴ്സിന് ഫേവറബിളായിട്ടാണ് വരുന്നതെങ്കിൽ കൺസ്യൂമേഴ്സ് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും ആ കമ്പനിയെക്കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ, പെർസെപ്ഷൻ ഉണ്ടാവും, അല്ലേ? അത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി. ദെൻ സെയിൽസ് പ്രൊമോഷൻ ക്യാൻ ഡെവലപ്പ് മീനിങ് പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് വിത്ത് ബ്രാൻഡ് ആൻഡ് അസോസിയേഷൻ ടു പർട്ടിക്കുലർ ബ്രാൻഡ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ മറ്റ് പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യാനും ഈ പ്രൊഡക്റ്റിനുള്ള ഒരു സുപ്പീരിയർ ക്വാളിറ്റിയും മറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമുക്ക് കിട്ടുന്ന ഓഫറുകൾ വെച്ചുകൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, അല്ലേ? ഇപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ക്യാൻ ഡെവലപ്പ് മീനിങ് പോയിന്റ് ഓഫ് ഡിഫറൻസ്, ഈ ബ്രാൻഡിനെ മറ്റ് ബ്രാൻഡിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അർത്ഥപൂർണ്ണമായിട്ടുള്ള ആ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിന് സെയിൽസ് പ്രൊമോഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്രാൻഡ് ഇക്വിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചില നെഗറ്റീവ് വശങ്ങളും ഉണ്ട് ബ്രാൻഡ് ഇക്വിറ്റിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെയിൽസ് പ്രൊമോഷൻ്റെ നെഗറ്റീവ്സ്, ഡീമെറിറ്റ്സ് നമ്മൾ കണ്ടിരുന്നു, അല്ലേ? അതിൽ പറയുന്ന പോലെ ഇഫ് എ കമ്പനി ഫോളോസ് ഹ്യൂജ് സെയിൽസ് പ്രൊമോഷൻ എഫോർട്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ഹൈ ബ്രാൻഡ് ഇമേജ്, നമ്മൾ സെയിൽസ് പ്രൊമോഷന് വേണ്ടി ധാരാളം പണം മുടക്കിയിട്ട് നമ്മൾ ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരു ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ കൺസ്യൂമേഴ്സ് മേ പെർസീവ് ഇറ്റ് ആസ് എ സബ്സ്റ്റാൻഡേർഡ് ബ്രാൻഡ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് മേലാണ് ഈ സെയിൽസ് പ്രൊമോഷന് വേണ്ടി കൂടുതൽ തുക വിനിയോഗിക്കുന്നതെങ്കിൽ ആളുകൾ ഈ ഒരു കമ്പനിയെ തന്നെ ഒരു സബ്സ്റ്റാൻഡേർഡ് ബ്രാൻഡായിട്ട്, നിലവാരമില്ലാത്ത ബ്രാൻഡായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫ്രീക്വൻ്റ്ലി കണ്ടക്റ്റഡ് സെയിൽസ് പ്രൊമോഷൻ ക്യാൻ ലീഡ് കൺസ്യൂമേഴ്സ് ടു ബൈ ദ ബ്രാൻഡ് അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ്. അതായത് നമുക്ക് ഫ്രീക്വൻ്റ്ലി, അതായത് കൂടുതൽ സമയങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻ ഓഫറുകൾ നൽകുകയും അപ്പോൾ കൺസ്യൂമേഴ്സ് അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യാറുണ്ട്. കൺസ്യൂമേഴ്സ് വിൽ ബി അൺവില്ലിംഗ് ടു ബൈ ദ ബ്രാൻഡ് അറ്റ് ഇറ്റ് ഏർലിയർ പ്രീ പ്രൊമോഷൻ പ്രൈസ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ഓഫറുകൾ കിട്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കുറേ നാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ആദ്യത്തെ കൂടിയ വില പിന്നീട് ഇടുകയാണെങ്കിൽ ആ വിലയ്ക്ക് ആ ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി ആളുകൾ തയ്യാറാകുന്നില്ല, അല്ലേ? അത് പ്രീ പ്രൊമോഷൻ പ്രൈസ്, നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസ് പിന്നീട് ഒരിക്കലും കമ്പനിക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിക്കില്ല. ദിസ് മേ ലീഡ് ടു എ സിറ്റുവേഷൻ ഓഫ് പെർമനൻറ്റ് കട്ട് ഇൻ ദി പ്രൈസ് ഓഫ് എ ബ്രാൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രാൻഡിൻ്റെ വില പെർമനൻ്റ് ആയിട്ട്, സ്ഥിരമായിട്ട് കുറഞ്ഞ് തന്നെ കൊടുക്കേണ്ട ഒരു ആവശ്യം കമ്പനിക്ക് വരുന്നു, അല്ലേ? അത് കമ്പനിയെ സംബന്ധിച്ച് അതൊരു ഡീമെറിറ്റാണ്. ദെൻ കൺസ്യൂമേഴ്സ് മേ റെഡ്യൂസ് ഓർ സ്റ്റോപ്പ് ദെയർ പർച്ചേസ് ഓഫ് ബ്രാൻഡ് ഫോളോവിംഗ് ഫ്രീക്വൻറ്റ് സെയിൽസ് പ്രൊമോഷൻ ഓഫ് ദി ബ്രാൻഡ് മേ ലൂസ് ഇറ്റ്സ് പോപ്പുലാരിറ്റി ഡ്യൂ ടു എക്സസീവ് പ്രൊമോഷൻ. അപ്പോൾ എക്സസീവായിട്ടുള്ള പ്രൊമോഷൻ നൽകുന്ന ഒരു കമ്പനി അതിന് പ്രധാനമായിട്ട് അതിൻ്റെ ഒരു സബ്സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് കൂടെയാണെങ്കിൽ, ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് കൂടെയാണെങ്കിൽ കാലം ചെല്ലുമ്പോൾ ആളുകൾ ആ കമ്പനി ഉപേക്ഷിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നെഗറ്റീവായിട്ടുള്ള ആ ഒരു സെയിൽസ് പ്രൊമോഷനും ബ്രാൻഡ് ഇക്വിറ്റി എങ്ങനെയാണ് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതെല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.